നോമ്പ് തുറക്കാൻ ഇതിലും നല്ല വിഭവം വേറെയില്ലെന്ന് പറയുന്നതിൽ സംശയമില്ല. നിങ്ങളുടെ വീട്ടിൽ കിഴങ്ങുണ്ടെങ്കിൽ നല്ല ചൂട് ചായക്കൊപ്പം ഉഷാറായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണിത്. കണ്ടാൽ ചീറ്റോസിന്റെ വലുപ്പത്തിൽ ഇരിക്കുന്നതുകൊണ്ട് കുട്ടികൾ പറക്കി പറക്കി പെട്ടെന്ന് തീർക്കും. റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കുന്നതിലേക്ക് കിടക്കാം. ആദ്യമായി കിഴങ്ങ് കുക്കറിൽ പുഴുങ്ങാൻ വേണ്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതേ കുക്കർ അടച്ചു വെക്കുന്നുണ്ട്. കുഞ്ഞു കിഴങ്ങാണെങ്കിൽ 2 വിസിൽ, ഇതിപ്പം വലിയ കിഴങ്ങായതുകൊണ്ട് 3 വിസിലിട്ട് വേവിക്കുക. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം രണ്ടാമത്തെ വിസിലാകുമ്പോൾ കുറച്ചിടുക. ഇതേ കിഴങ്ങ് വെന്ത് കഴിഞ്ഞു. ഇനി കിഴങ്ങിൻ്റെ ചൂടൊക്കെ ആറ്റി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ആദ്യമേ തൊലിയൊക്കെ കളഞ്ഞതുകൊണ്ട് തൊലി കളയേണ്ടത് ആവശ്യം വന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബോയിൽ ചെയ്തതിന് ശേഷം തൊലി ഒലിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതേ നമ്മൾ പുഴുങ്ങിയ കിഴങ്ങ് പേസ്റ്റാക്കി എടുക്കുവാണ്. അതിൽ കട്ടക്കട്ടയൊന്നും വരാൻ പാടില്ല. നന്നായിട്ട് എല്ലാ വശവും തിരിച്ചും മറിച്ചും വെച്ച് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇതുപോലൊരു സ്പൂൺ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതേ ഈ കുഞ്ഞ് സ്പൂൺ വെച്ച് ചെയ്താലും മതി. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് കുഞ്ഞ് സ്പൂൺ എടുത്തു. എന്നിട്ട് നമ്മളിത് ഈ വരയൊക്കെ ഇട്ട് നോക്കുക. അപ്പോൾ ഈ വര നല്ല ക്ലിയർ ആയിട്ട് വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കറക്റ്റ് പാകത്തിനായിട്ടുള്ളതാണ്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കട്ടയൊന്നും ഇല്ലാത്തത് മനസ്സിലാവും. ഇനി നമുക്ക് ചേർക്കാനുള്ളത് കോൺഫ്ലവർ ആണ്. അത് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലെ മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇത് അതിന് മുമ്പേ നമ്മൾ ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ മറന്നു പോയത് കൊണ്ടാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. നമ്മൾ ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലെ കട്ടകളൊന്നും ഇല്ലാതെ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. ഇതിൽ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒന്ന് പേസ്റ്റാക്കി എടുത്താൽ മതി. പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കുകയും ചെയ്യാം. ഒരു ഇച്ചിരി ഞാൻ എടുത്തിട്ടുണ്ട്. അത് വെച്ച് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക. നമ്മൾ ഫുള്ളും ബോൾസാക്കി കഴിഞ്ഞു. കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അത് നാളെ പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പൊരിക്കാൻ പോവാണ്. നാളത്തേക്ക് വെക്കാതെ അപ്പം തന്നെ പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ ബെറ്റർ. അപ്പോൾ പാൻ ചൂടായപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയതുകൊണ്ട് പെട്ടെന്ന് മുങ്ങി വരും. നമുക്കിത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ? അപ്പോൾ അത് ചേർത്തതിന് ശേഷം ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ബോൾസ് വെച്ച് കൊടുക്കാം. ചെറിയൊരു ഡിസ്റ്റൻസിൽ വെച്ച് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ പിന്നെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. നമ്മളിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിവടയുടെ ടൈമൊന്നും എടുക്കത്തില്ല. ഇത് പെട്ടെന്ന് വെന്ത് വരും. മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. എല്ലാ ബോൾസും ഓരോന്നോരോന്നായിട്ട് വെച്ചതിന് ശേഷം ഒരു ഭാഗം വേവുന്നിടം വരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡ് വെന്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ ഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിടാം. നല്ലൊരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് തിരിച്ച് മറിച്ചിടുക. ഇത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു ബോൾസാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ നമ്മളിത് തിരിച്ചിടുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് പോർഷനിൽ ചെറിയൊരു വൈറ്റ് കളർ കാണാം. ആ ഭാഗം കൂടെ നമ്മൾ തിരിച്ചിട്ട് നന്നായിട്ട് വേവിക്കണം. എല്ലാ വശവും നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ട് വേവിക്കണം. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒരു സൈഡ് പോർഷനൊക്കെ തിരിച്ചിട്ട് വേവിച്ചു. ഇതാണ് കറക്റ്റ് പാകം. ഇനി നമുക്ക് കോരി മാറ്റാം. കണ്ടില്ലേ? നമ്മുടെ ക്രഞ്ചി ആയിട്ടുള്ള പൊട്ടറ്റോ കൊണ്ടുള്ള ബോൾസ് തയ്യാറായിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് കോരി മാറ്റാം. അതിലെ എണ്ണ മാറ്റിയിട്ട് കോരി മാറ്റുക. അങ്ങനെ നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നല്ല ചൂട് ചായയായിട്ട് കഴിക്കാൻ ഉഷാറായിരിക്കും. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റി ആയിരിക്കുമെന്ന്. ഇത് കഴിക്കുന്ന സമയത്ത് ഒരു സോസും കൂടെ വെച്ചിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ രുചി ഇരട്ടിക്കുന്നതാണ്. പിന്നെ ഒരു ചായയും കൂടെ മതി. അത്രയും മാത്രം മതിയാവും. നമുക്ക് നോമ്പ് കുറിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി പലഹാരം തയ്യാറായിരിക്കുകയാണ്. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതുപോലെ ടേസ്റ്റ് ചെയ്യുക റെസിപ്പീസായിട്ട് വരാം. ടാറ്റാ ബൈ.